ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ വരൂ. സത്യദൈവ സുനുവിനെ നിത്യവും വാഴ്ത്തിടാം. ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ വരൂ. സത്യദൈവ സുനുവിനെ നിത്യവും വാഴ്ത്തിടാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശാന്തമായിട്ടിരിക്കാം. ഒരു 20 മിനിറ്റ് മാത്രം നീണ്ടു നിൽക്കുന്ന ചെറിയൊരു വചനപ്രഘോഷണം, ചെറിയ ആരാധന. തിരുവൾത്താരിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയിൽ സ്നേഹവാത്സല്യമുള്ളവരെ, ഒരിക്കൽ കൂടി നല്ല സുദിനത്തിൻ്റെ പ്രാർത്ഥനകളും നന്മകളും നേരുന്നു. ജന്മദിനം ഓർക്കുന്നവരെയും വിവാഹ വാർഷികം അനുസ്മരിക്കുന്നവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. കഴിഞ്ഞ 2 മാസങ്ങളിലായി കുടുംബത്തെക്കുറിച്ചുള്ള ഒരു പരമ്പരയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിവാഹത്തെക്കുറിച്ചും അതിൻ്റെ ഒരുക്കങ്ങളെക്കുറിച്ചും കേരളത്തിൽ നടക്കുന്ന വ്യത്യസ്തമായ വിവാഹത്തെക്കുറിച്ച് കേട്ടു. കഴിഞ്ഞ മാസം നമ്മൾ കേട്ടത് വിവാഹത്തിൽ ഉപയോഗിക്കുന്ന താലി, മോതിരം, മന്ത്രകോടി എന്നതിനെക്കുറിച്ചാണ്. ഇന്ന് കുടുംബത്തിലെ 3 അംഗങ്ങളുടെ പ്രാധാന്യം: അച്ഛൻ, അമ്മ, മക്കൾ. ആരാണ് അച്ഛൻ, ആരാണ് അമ്മ, ആരായിരിക്കണം ഒരു മകനും മകളും, അവരെങ്ങനെയാണ് വളർത്തേണ്ടത്? ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞു തരാം. അച്ഛൻ എന്ന വാക്ക് സംസ്കൃതമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് അച്ഛൻ, വികാരിയച്ഛൻ, മെത്രാനച്ഛൻ, കപ്പ്യാരച്ഛനെന്നും വിളിക്കാറുണ്ട്. അപ്പം അച്ഛൻ എന്ന വാക്ക് മാനം കാക്കുന്നവൻ, മാർഗം പറഞ്ഞു കൊടുക്കുന്നവൻ, നട്ടെല്ലുള്ളവൻ, നയിക്കുന്നവൻ എന്നാണ് അച്ഛൻ്റെ അർത്ഥം. അതായത് ഒരു കുടുംബത്തിൻ്റെ അഭിമാനം, അന്തസ്സ്, ആഭിജാത്യം കാക്കുന്നവനെയാണ് അച്ഛ, അപ്പ, ചാച്ച, ഡാഡി എന്ന് വിളിക്കുന്നത്. അല്ലാത്തവനെ എന്തെന്ന് വിളിക്കണം? ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ്. രണ്ടാമത്തത് അമ്മയാണ്. നമ്മളൊക്കെ ആരാ? അമ്മയുടെ ഗർഭപാത്രത്തിൻ്റെ എക്സ്റ്റൻഷനാണ് ഈ ഇരിക്കണം നമ്മളെല്ലാവരും. അമ്മയെ തിന്നാണ് നമ്മളെല്ലാവരും വളർന്നത്. അമ്മയുടെ ഉള്ളിൽ ഏകകോശ ജീവിയായി വ്യത്യസ്ത ദിവസങ്ങളിലൂടെ 9 മാസം 10 ദിവസം സയൻസ് അനുസരിച്ചുള്ള കണക്കാണ്. അമ്മയെ തിന്ന് വളർന്നവരാണ്. ഒരു അപകടം വന്നാൽ വിളിക്കുന്നത് എന്തെന്നാണ്? അമ്മയെന്നല്ലേ വിളിക്കുന്നത്. ആടുമാടുകൾ കരയുന്നത് എങ്ങനെയാ? അമ്മയെന്നല്ലേ കരയണത്. അപ്പം നമ്മളെല്ലാവരും അമ്മയെന്നാണ് വിളിക്കുക. അപ്പോൾ അമ്മ ആരാണ്? അമ്മയെന്ന് പറയുന്നത് നന്മയാണ്, അനുകമ്പയാണ്, ആർദ്രതയാണ്, സ്നേഹത്തിൻ്റെ പര്യായമാണ്. കവിത ഓർക്കുന്നില്ലേ? അമ്മയല്ലാതൊരു ദൈവമുണ്ടോ, അതിലും വലിയൊരു കോവിലുണ്ടോ? അമ്മേ, നിന്റെ മുൻപിൽ ഞാനാര്? കാലം മറക്കാത്ത ത്യാഗമല്ലേ അമ്മേ, നീയൊരു ദൈവമല്ലേ. ഇനി മക്കളെക്കുറിച്ചും ചിന്തിക്കണം. ഇന്ന് അവധിയായത് കാരണം മക്കളുണ്ട്. മകൻ എന്ന വാക്കിൻ്റെ അർത്ഥം, മകൾ എന്ന വാക്കിൻ്റെ അർത്ഥം ആനന്ദം കൊടുക്കുന്നവനാണ്, ആനന്ദം കൊടുക്കുന്നവളാണ്. അപ്പനും അമ്മയ്ക്കും കുടുംബത്തിനും ആനന്ദം കൊടുക്കണം. അതുകൊണ്ട് ഭാരതീയ പശ്ചാത്തലത്തിൽ മകനെ നന്ദനൻ എന്നാ പറയുന്നത്, മകളെ നന്ദിനി. ഇപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോയെക്കുറിച്ച് എഴുതി വച്ചിട്ടുണ്ട്. 12 വയസ്സ് തുടങ്ങി 30 വയസ്സ് വരെ ഈശോയെക്കുറിച്ച് ഒറ്റ സെൻറ്റൻസ് എഴുതിയുള്ളൂ: യേശു ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുൻപിൽ ജ്ഞാനത്തിലും പ്രായത്തിലും പക്വതയിലും വളർന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ആത്മശോധന ചെയ്യേണ്ടത്, ഞാൻ നല്ലൊരു അച്ഛനാണോ, അമ്മയാണോ, മകനാണോ, മകളാണോ? ഇനി കുഞ്ഞുങ്ങളെ വളർത്തുന്ന രീതി കൂടി മനസ്സിലുണ്ടാകും. ഒരപ്പൻ്റെ അമ്മയുടെ മനസ്സിലാണ് കുഞ്ഞ് ജനിക്കേണ്ടത്. അതാണ് പഴയ പാട്ട്: ആദ്യത്തെ കൺമണി ആണായിരിക്കണം,
അവൻ അച്ഛനെ പോലെ ഇരിക്കണം. പഴയ പാട്ട്, ആദ്യത്തെ കൺമണി പെണ്ണായിരിക്കണം, അമ്മയെപ്പോലെ ഇരിക്കണം എന്നുള്ള പാട്ടിൻ്റെയൊക്കെ ഉള്ളിലിരിക്കുന്ന അന്തരാർത്ഥം എന്താണ്? അപ്പൻ്റെ അമ്മയുടെ മനസ്സിലാണ്. പ്രാർത്ഥിച്ചൊരുങ്ങേണ്ട ഒരു വിശുദ്ധമായ കർമ്മമാണ്. മദ്യപിച്ചുകൊണ്ടും പുകവലിച്ചുകൊണ്ടും അല്ല, മറിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങളെപ്പോലെയുള്ള ഒത്തിരി മാതാപിതാക്കൾ വൈദികരായി ഞങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറയും, അച്ഛാ ഒരു കുഞ്ഞിന് കൂടി ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, അച്ഛനും പ്രാർത്ഥിക്കണേ. ചില പിള്ളേർ പറയും ഒരു അനുജത്തിയെ വേണം, ഒരു അനുജനെ വേണം എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ വീണ്ടും ആലോചിക്കുകയാണ്. അപ്പം അമ്മയുടെ ഉള്ളിലായിരിക്കുന്ന നിമിഷം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ പ്രഗ്നൻ്റാണെന്ന് അറിഞ്ഞപ്പോൾ, കുഞ്ഞ് ഫോം ചെയ്തപ്പോൾ എങ്ങനെ സ്വാഗതം ചെയ്തു, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആ 10 മാസക്കാലം ആ വ്യക്തിക്ക് ലഭിക്കുന്ന ശുശ്രൂഷ, സ്നേഹം, വാത്സല്യം. എത്രയോ വ്യക്തികളാണ് അമ്മയുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഭക്ഷണം കൊടുക്കുന്നില്ല, വല്ലാതെ പീഡിപ്പിക്കുന്ന കേസുകൾ അച്ഛൻ കേട്ടിട്ടുണ്ട്. പണ്ട് കാർന്നോമ്മമാർ പറയും, ഗർഭിണിയായ വ്യക്തിക്ക് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കൊടുക്കണം, ചിലത് കൊടുക്കാൻ പാടില്ലെന്നുള്ള പറയാറുണ്ട്. ഇനി പ്രസവിക്കുന്ന സമയം പാലൂട്ടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രസ്റ്റ് ഫീഡിങ് ഈസ് ദി ഫസ്റ്റ് വാക്സിനേഷൻ. പണ്ട് നമ്മുടെ കാർന്നവന്മാർ ആ മുലയൂട്ടൽ 2-3 വയസ്സ് വരെ, ഇപ്പം ഞങ്ങൾ 5 രഹസ്യങ്ങളാണ്, ഇത് 3-ാം രഹസ്യവും, 5 മക്കളാണ് ഞങ്ങൾ. അപ്പോൾ അപ്പച്ചൻ പറയും, നിങ്ങൾ 4 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഓരോരുത്തരെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചത്. അപ്പോൾ 3 വയസ്സ് വരെയും പാലൂട്ടിയതൊക്കെ ഓർമ്മയുണ്ട്. ഒടുവിൽ ഒരു കയ്പനുഭവം തന്നിട്ടാണ് നമ്മൾ അതിൽ നിന്നും പിൻവലിക്കുന്നത്. ഞാനിത് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന കാർന്നവന്മാർക്കും ഒക്കെ മനസ്സിലാവും. ഇപ്പോഴെന്താണ്, പാലൊന്നും കൊടുക്കണില്ല, മിൽമ പാല്, ടിനോ പാല്, എന്തൊക്കെയാണ് പിള്ളേർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്രസ്റ്റ് ഫീഡിങ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള കാരണം. വൺ ഓഫ് ദ റീസൺസ് അതിൻ്റെ മാംസപേശികൾ ശുഷ്കിച്ചു പോകും, തടി പോകും. മറിച്ച് നിങ്ങൾ പാലൂട്ടിക്കോ, ഒരു പ്രശ്നവും ഉണ്ടാവില്ല, അതാ കാര്യം. ഇനി 1 വയസ്സ് തുടങ്ങി 5 വയസ്സ് വരെയും കുഞ്ഞിനെ രാജാവിനെ പോലെ, രാജ്ഞിയെപ്പോലെ വളർത്തണം എന്നതാണ് വിശുദ്ധ ഗ്രന്ഥവും ഭാരതത്തിലെ ഉപനിഷത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ 1 വയസ്സ് തുടങ്ങി 5 വയസ്സ് വരെ രാജാവിനെ പോലെ വളർത്തണം പറയുമ്പോൾ അത്രയ്ക്ക് കെയർ എടുക്കണം. ഉണ്ണീശോ പിറന്ന ഉടനെ ഹെറോദേസ് കുഞ്ഞിനെ കൊല്ലാൻ നോക്കുമ്പോൾ എത്ര കെയറാണ് എടുത്തത്. ഈജിപ്തിലേക്ക് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഒളിച്ചോടി പോകുന്ന കാര്യം ബൈബിളിലുണ്ട്. അങ്ങനെയാണ് ആ കുഞ്ഞിനെ നോക്കിയത്. ഇനി കുഞ്ഞുങ്ങളെ നമ്മൾ പേരിടുന്നത് വളരെ ശ്രദ്ധിക്കണം, നല്ല പേരിടണം. ഞങ്ങളുടെ വീട്ടിൽ ആബേലുണ്ട്, നോഹയുണ്ട്, ജോയലുണ്ട്, ജോഷുവയുണ്ട്, ഡാനിയലുണ്ട്, അന്നാമ്മയുണ്ട്. ഇങ്ങനെ നല്ല പേരാണ്. ഇപ്പോഴെന്തെല്ലാം പേരാണ് ഇടുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോൾ 4 പിള്ളേർ നിൽക്കണം. നിന്റെ പേരെന്താണ്? അനീഷ്. നീയോ? സുനീഷ്. നീയോ? വിനീഷ്. നീയോ? ഫിനീഷ്. ഞാൻ ചോദിച്ചു, അങ്ങനെ അവസാനത്തെയാണ്. പിന്നെ ചില ആൾക്കാർ പ്ലെയിനിൽ പ്രസവിച്ച്, കൊച്ചിൻ്റെ പേര് പ്ലെയിനിന്ന്. ഷിപ്പിൽ വെച്ച് പ്രസവിച്ചു, ഷിപ്പി. ട്രെയിനിൽ വെച്ച് പ്രസവിച്ചു, ട്രെയിനി. അപ്പോൾ ഒരുത്തൻ ചോദിച്ചാടാ, നിന്റെ ഭാര്യ ബസ്സിൽ വെച്ച് പ്രസവിച്ച എന്ത് ചെയ്യും? സ്റ്റെപ്പിനിന്ന്. പൊട്ട പേരിടല്ലേട്ടാ. അപ്പൻ്റെ അമ്മയുടെ ആദ്യത്തെ അവസാനത്തെയും ചേർത്തിടുന്ന ആൾക്കാരുണ്ട്. നല്ല പേര് ഇതേ പറഞ്ഞുതരാം. 2 ദിനവൃത്താന്തം 1 തുടങ്ങി 10 വരെയുള്ള അധ്യായങ്ങളിൽ ലക്ഷക്കണക്കിന് പുതിയ പേരുകൾ, നിങ്ങൾ കേൾക്കാത്ത പേരുകളുണ്ട്. എന്താണ്? പഴയ നിയമം 2 ദിനവൃത്താന്തം 1 തുടങ്ങി 10 വരെ. അടുത്ത വെയിറ്റിംഗ് ലിസ്റ്റിന് ഇടാം കേട്ടോ. ഓക്കെ. അപ്പം ഇനി വളരെ പ്രധാനപ്പെട്ടത്, പേര് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ കുട്ടികൾ നിങ്ങൾ 1 വയസ്സ് തുടങ്ങി 5 വയസ്സ് വരെയും ശ്രദ്ധിക്കണം. കാരണം അവരുടെ ബ്രെയിൻ എന്ന് പറയുന്നത്, മനഃശാസ്ത്രം പഠിക്കുമ്പോൾ ബ്രെയിൻ എന്ന് പറയുന്നത് ടേപ്പ് റിക്കോർഡർ മെമ്മറിയാണ്. വലുതായി കഴിഞ്ഞാൽ അത്രയില്ല, പറയുന്ന അതേപോലെ പറയും, കാണുന്നത് അതേപോലെ ചിന്തിക്കും. അത്രയ്ക്ക് കപ്പാസിറ്റിയാണ് ഈ കുഞ്ഞുങ്ങൾക്കുള്ള ബ്രെയിനിന് ഉള്ളത്. അതുകൊണ്ട് മൊബൈൽ തൊടിയിക്കരുത്. ദ മോഡേൺ സയൻസ് പറഞ്ഞ മൊബൈൽ 1 വയസ്സ് തുടങ്ങി 5 വയസ്സ് വരെയും നിങ്ങൾ തൊടിയിക്കരുത്. അതിലൂടെ കിട്ടുന്ന റേസ് വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പോഴത്തെ മൊബൈലിലുള്ള ഗെയിംസ് എന്താണ്? കില്ലിങ്, ഫൈറ്റിംഗ്, ബോംബിങ്, ഡിസ്ട്രോയിങ്. ക്രിമിനൽ വാസനയാണ് ഈ പിള്ളേരുടെ കയ്യിൽ വരുന്നത്. നിങ്ങളൊന്ന് മാറ്റി നോക്കിക്കോ, ഉടനെ കുട്ടികൾ പ്രതികരിക്കുന്നത് കാണാൻ സാധിക്കും. കൂടാതെ നിങ്ങൾ കുട്ടികളുടെ ഈ ചിത്രങ്ങളുണ്ടല്ലോ, ചില കാർട്ടൂൺ, അത് കാണിക്കരുത്.
ഒടുവിൽ നിങ്ങൾ അപ്പനും അമ്മയല്ല റോൾ മോഡൽ, അതിലൊരു കഥാപാത്രത്തിനെയാണ് ഇഷ്ടപ്പെടുന്നത്. നമ്മൾ തന്നെ ഒരു സിനിമ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ കളിയിൽ നമ്മളൊരു പാർട്ടിയാണ് അല്ലേ, ഒന്ന് മെസ്സി അല്ലെങ്കിൽ മറ്റേ ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ തന്നെ കുട്ടികളുമാണ്. അപ്പോൾ ശ്രദ്ധിക്കണം. കൂടാതെ കമ്പയർ ചെയ്യരുത് കുട്ടികളെ. ഇനി കുഞ്ഞുവാവിനെ മതി, ഇനി നിന്നെ വേണ്ട എന്നൊരിക്കലും പറയരുത്. അവനെയും കൂടി ചേർത്ത് വെച്ചിട്ട് വേണം. എൻ്റെ കയ്യിൽ അക്ഷരം എഴുതാൻ വന്നാലും ചോറൂട്ടാൻ വന്നാലും ഞാൻ ആദ്യം എന്താ ചെയ്യണമെന്നറിയാം, മൂത്തവന് കൊടുക്കും. എന്നിട്ട് അവനോട് ചോദിക്കും കൊടുക്കട്ടെ. അപ്പോൾ അവൻ വലിയ ആളായില്ലേ, അതൊരു മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യമാണ്. വാവക്ക് കൊടുക്കട്ടെ, കൊടുക്ക്. മോൻ തന്നെ കൊടുക്ക്, ഇല്ല അച്ഛൻ കൊടുത്തു. അപ്പം ഇത് വളരെ നല്ലതാണ്. എന്ത് കിട്ടിയാലും ആ ഷെയർ ചെയ്യണ കാര്യം ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിക്കണം. ആശ്രമത്തിൽ വന്നൊരു കൊച്ചുകുട്ടി, അവന് 2 മിഠായി കൊടുത്തു. ഞാൻ ചോദിച്ചു മോനെന്താ കഴിക്കാത്തത്? ചേട്ടായി കൊടുത്തിട്ടേ ഞാൻ കഴിക്കൂ. അപ്പോൾ വേറൊരു കുട്ടി വന്നു, എൻ്റെ അടുത്ത് മിഠായി ഇല്ല, ഒരെണ്ണ കുഞ്ഞുവാക്ക് കൊടുക്കണേ. അത് എന്തുകൊണ്ടാണ്? വീട്ടിൽ ട്രെയിനിങ് ആണ്, അതാണ് ഷെയറിങ് കൊടുക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ നിങ്ങൾ ആൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിയായിട്ട് വളർത്തണം. ചില ആൾക്കാരുണ്ട് പാവാട ഓടിപ്പിക്കുന്ന ആൾക്കാർ, 2 ആണായി പൂർണ്ണത്തിന് പാവാട ഓടിപ്പിക്കും. അതാണ് ഈ ചാന്ത് പൊട്ട്, കുത്തി കുത്തി കുത്തി. മനസ്സിലായില്ലേ? ചാന്ത് പൊട്ടിനെ ക്രിയേറ്റ് ചെയ്യരുത്. ഇനി നിങ്ങൾ ആ മൂത്ത ആൾക്ക് അവരുടെ ഉള്ളിൽ വൈരാഗ്യം ഉണ്ടാക്കരുത്. ഇപ്പം ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ അവിടുത്തെ പീഡിയാട്രീഷ്യൻ്റെ മക്കൾക്ക് എന്തു പറ്റി? ആ അമ്മ എപ്പോഴും കുഞ്ഞിനെ തന്നെ നോക്കിയപ്പോൾ അവന് വൈരാഗ്യമായി. അപ്പനും അമ്മയില്ലാത്തപ്പോൾ ബ്ലേഡ് എടുത്തിട്ട് നെഞ്ചങ്ങട് പിളർന്നു. നിങ്ങൾ പത്രത്തിൽ വന്ന പഴയൊരു കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് അവൻ പേടിച്ച് രക്തം കണ്ടിട്ട് കാറിൻ്റെ അടി ഒളിച്ചിരുന്നു. ഈ കുഞ്ഞിനെ എടുത്ത് കാറ് സ്റ്റാർട്ട് ചെയ്ത് അവൻ്റെ മുകളിൽ കൂടി പോയി. 2 പിള്ളേരാണ് മരിച്ചത്. ആൾക്കിപ്പോൾ കുഞ്ഞുങ്ങളില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇനി 6 വയസ്സ് തുടങ്ങി 15 വയസ്സ് വരെയും ദാസനെ പോലെ വളർത്തണം, ശിക്ഷണം കൊടുക്കണം. നമുക്ക് ബൈബിളിലേക്ക് പോകാം. 12കാരനെ കാണാതെ പോയപ്പോൾ മാതാവ് ഒരു ശാസനയാണത്. നിന്റെ പിതാവും ഞാനും എന്തുമാത്രം വേദിച്ചു, എന്തിനാ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? പിന്നീട് ഈശോയെക്കുറിച്ച് എന്താ എഴുതിയേക്കുന്നത്? അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ ജ്ഞാനത്തിലും പ്രായത്തിലും പക്വതയിലും വളർന്നു. അപ്പോൾ ദാസനെ പോലെ വളർത്തണം. അതായത് കുട്ടികളെ ശിക്ഷണത്തിൽ വളർത്തണമെന്ന് ബൈബിൾ പറയുന്നുണ്ട്. അമിതമായി ലാളിക്കരുത്, ലാളിച്ചാൽ കുട്ടികൾ നിങ്ങളെ ഭയപ്പെടുത്തും. അപ്പോൾ ശിക്ഷണത്തിൻ്റെ വടി അവൻ്റെ ഉള്ള ഭോഷത്തെ ആട്ടി ഓടിക്കും. എനിക്ക് വേറെ ആരുടെ ഉദാഹരണം പറയാനല്ല. ഐ വാസ് എ നോട്ടി ബോയ്, വളരെ കുസൃതിയായിരുന്നു. അപ്പം 11ാം വയസ്സിൽ ഞാൻ ചെയ്തൊരു തെറ്റിന്, ആ തെറ്റ് മൂലം അവിടെ ഉണ്ടായ പ്രശ്നത്തിന് എൻ്റെ അപ്പൻ 11ാം വയസ്സിൽ എന്നെ കെട്ടിയിട്ടടിച്ചത് കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായത്. ഞാൻ സെമിനാരിൽ ചേരാൻ പോകുമ്പോൾ എൻ്റെ ആൻറ്റിമാരും അങ്കിളുമാരും പറഞ്ഞെന്താണ്, ഇവൻ സെമിനാരി പൊളിച്ചു പോരുമെന്നാണ്. അത്രയ്ക്ക് നല്ല ആളായിരുന്നു, അത്രയ്ക്ക് നല്ല ആളായിരുന്നു ഞാൻ. വെരി വെരി നോട്ടി ബോയ്. മൈ ഡിയർ കുട്ടിച്ചാത്തൻ പടം നമ്മുടേതായിരുന്നു ആദ്യം, പിന്നീടാണ് അപ്പച്ചൻ്റെ പിടിച്ച പടം. ഞാൻ ഐ വാസ് എ കുട്ടിച്ചാത്തൻ, വെരി നോട്ടി. പക്ഷേ അപ്പൻ 11ാം വയസ്സിൽ കെട്ടിയിട്ട് അടിച്ചു. 10ാം ക്ലാസ് വരെ വളവളപ്പ് പോലെ എൻ്റെ മുതുകത്ത് പാണ്. പക്ഷെ ഐ ലവ് മൈ ഡാഡി മോർ ദാൻ മൈ മാമി. കാരണം അന്ന് എനിക്ക് ആ ശിക്ഷണം കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും വലിയൊരു തെറ്റുകാരനായി ജീവിച്ചാണ്. ഞാൻ ഇന്നും ഗ്രേറ്റ്ഫുള്ളി റിമെമ്പർ മൈ ഡാഡി. ഇനി 16ന് മേൽപോട്ട് തന്നെ പോലെ കാണണം. ലേൺ ഏൺ ടേൺ. അതുകൊണ്ടാണ് നമ്മുടെ മക്കള് +2 കഴിഞ്ഞ് വിദേശത്തേക്ക് പോയിട്ട് അവർ പഠിക്കുകയും ചെയ്യണം, പാർട്ട് ടൈം വർക്ക് ചെയ്യുന്നുണ്ട്. ഒത്തിരി മക്കൾ പോകുന്നുണ്ട്, കാനഡ, UK, ന്യൂസിലാൻഡ്, ഇങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ. അതാണ് 16 കഴിഞ്ഞാൽ ഇനി ഇരുത്തം വരണം. ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാർ മനസ്സിലാക്കണം, 16 കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുത്തം വരണം, പക്വതയുണ്ടാവണം. അതാണ് ഈശോയെ കാണുന്നത്. 30കാരൻ കാനായിലെ കല്യാണത്തിൽ പോയി കഴിഞ്ഞപ്പോൾ വീഞ്ഞില്ലെന്ന് പറഞ്ഞപ്പോൾ 30ന്റെ മൂപ്പടി ചോദിച്ചാൽ, അമ്മേ നമുക്കെന്ത് കാര്യം, അവിടെ കാറ്ററിങ്ങിന് ആളില്ലേ എന്ന് ഈശോ ചോദിക്കുന്നുണ്ട് അല്ലേ. കലവറക്കാരനില്ലേ, അത് ഇന്നത്തെ ഭാഷയിൽ കാറ്ററിങ്ങിന് ആളില്ലേ എന്നാണ് ചോദിച്ചത്. അപ്പോൾ മാതാവ് എന്ത് പറഞ്ഞു? അവൻ പറയുന്ന ജീവിന് അവന് വയസ്സ് 30ആയി, കാര്യങ്ങൾ മനസ്സിലാകേണ്ട പ്രായമായി, അടയാളങ്ങളുടെ ആരംഭമായി അത്ഭുതം പ്രവർത്തിച്ചു എന്നാളാണ്. അപ്പോൾ എൻ്റെ സന്ദേശം ഇവിടെ പൂർണ്ണമായി.